DJ പാട്ടുകളും കർമ്മ ഡാൻസുകളും കരിമരുന്ന് പ്രയോഗങ്ങളും ഒന്നും നമ്മുടെ ആഘോഷത്തിൻ്റെ ഭാഗമല്ല എന്ന് മുസ്ലിം ഉമ്മത്ത് തിരിച്ചറിയണം. പരിശുദ്ധ ഖുർആനിൽ ഒരു പ്രയോഗമുണ്ട്, അനാവശ്യ കാര്യങ്ങൾ കാണുമ്പോൾ, അത് കേൾക്കുമ്പോൾ, അതിലിടപെടുമ്പോൾ വിശ്വാസിയുടെ നിലപാട് അതിൽ നിന്നങ്ങ് മാറി നിൽക്കും എന്നതാണ്. അനാവശ്യ കാര്യങ്ങൾ അടുക്കൽ കൂടിയാണ് അവന്റെ സഞ്ചാരമെങ്കിൽ, അവന്റെ യാത്രയെങ്കിൽ, അവന്റെ പോക്കെങ്കിൽ കിറാമ മാന്യമായിട്ട് അതിലേക്ക് ഇടപെടാതെ, അത് തിരിഞ്ഞു നോക്കാതെ അവനങ്ങോട്ട് പോകുമെന്ന്, അത് സത്യവിശ്വാസിയുടെ ലക്ഷണമാണ്, അടയാളമാണ് എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. ആ ഒരു നിലവാരത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയണം. നിങ്ങൾ നോക്ക്, സിനിമയും സീരിയലും ഗെയിംസുകളൊന്നും ധാർമ്മികതയല്ല മനുഷ്യന് നൽകുന്നത്. എല്ലാം അധാർമികതയിലേക്കാണ് മനുഷ്യനെ എത്തിക്കുന്നത്. രക്തം തെറിക്കാത്ത ഗെയിമുകൾ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കുട്ടികൾക്കറിയാമല്ലോ, രക്തം തെറിക്കാത്ത ഗെയിമുകളൊന്നുമില്ല. ജയിക്കണമെങ്കിൽ കൊല്ലണമെന്നാണ് ഗെയിം നമുക്ക് നൽകുന്ന സന്ദേശം. പരസ്പരം സ്നേഹിക്കുവാനും സൗഹാർദ്ദം കാത്തുസൂക്ഷിക്കുവാനും വെറുപ്പകറ്റുവാനുമായിരിക്കണം നമ്മുടെ പ്രവർത്തനം. അതിനായിരിക്കണം അതാണ് നമുക്ക് ഈദുൽ ഫിത്ർ നൽകുന്നത്. ആ ജയിക്കാൻ വേണ്ടി കൊന്നുകളിയുന്ന ആ ഗെയിംസിൽ നിന്ന് മക്കളെ നിങ്ങൾ മാറി നിൽക്കണം. അത് പടച്ചവന്റെ നിർദ്ദേശത്തിനെതിരാണ്. ഒരാളെയും വധിക്കാനോ വധിക്കുന്ന രീതി ശീലിക്കാനോ പാടില്ല. അക്രമം പ്രോത്സാഹിപ്പിക്കരുത്, അത് പഠിക്കാൻ പാടില്ല. നമ്മൾ ഈദുൽ ഫിത്ർ വെറുപ്പകറ്റാനും സ്നേഹമുണ്ടാക്കുവാനുമുള്ള ഒരു സന്ദേശമാണ് നൽകുന്നത്. കടമകളും കടപ്പാടുകളും നമുക്ക് പലരോടുണ്ട്. ബാധ്യതകളൊക്കെ നമ്മൾ തിരിച്ചറിയണം. അതെല്ലാം നമ്മൾ നിർവഹിക്കുകയും വേണം. കളവ് പറയാത്ത, വഞ്ചന നടത്താത്ത, അക്രമം ചെയ്യാത്ത, സാമ്പത്തിക ക്രമക്കേട് നടത്താത്ത, അവിഹിത സെക്സുകളിൽ ഏർപ്പെടാത്ത, ലഹരി ഉപയോഗിക്കാത്ത ഒരു നല്ല മനുഷ്യനായി മാറാൻ വേണ്ടിയാണോ നമ്മൾ ശ്രമിക്കേണ്ടത്? അതിനുള്ള വഴികാട്ടിയായി മാറുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാഹു തആല പറഞ്ഞല്ലോ, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലാഹുവേ, ഞങ്ങളെ നീ മുത്തഖീങ്ങൾക്ക് ഇമാമായി മാറ്റണേ എന്ന് പ്രാർത്ഥിക്കാൻ ആ ഒരു കാറ്റഗറിയിലേക്ക് നമുക്ക് ഉയരാൻ കഴിയണം. എല്ലാവരും അങ്ങനെയാണെങ്കിൽ ഞാനും അങ്ങനെ തന്നെ. എല്ലാവരും നല്ലവരാണെങ്കിൽ ഞാനും നല്ലവൻ തന്നെ. അതല്ല, എല്ലാവരും മോശമാണെങ്കിൽ ഞാനും മോശക്കാരൻ എന്നുള്ള മൈൻഡ് ഒരു വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. റസൂലുള്ളാഹി പറയുന്നുണ്ട്, ലാ തകൂനു ഇംഅതൻ വതിനു അൻഫുസകും. നിങ്ങൾ ഇംആത്തുകളായി മാറരുത്. എല്ലാവരും അങ്ങനെയാണ്, ഞാനും അങ്ങനെയാണ് എന്നുള്ള ആ നിലപാടിലേക്ക്, ആ മൈൻഡിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല. വതിനു അൻഫുസകും, നിങ്ങളെ വ്യക്തിത്വം നിങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്. എൻ്റെ ശബ്ദം കേൾക്കുന്ന കുട്ടികളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നമ്മൾ ജനിച്ചു വളർന്ന കുടുംബത്തിനൊരു മഹത്വമുണ്ട്. നമ്മുടെ മാതാപിതാക്കളുടെ ആ തറവാടിനൊരു മഹത്വമുണ്ട്, ഒരു പവറുണ്ട്. അത് നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. നിങ്ങൾ നോക്ക്, നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തില് SSLC പരീക്ഷ കഴിഞ്ഞ് അന്ന് കേരളത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിൽ നിന്ന് ഒരു മെസ്സേജ് രക്ഷിതാക്കൾക്ക് വന്നു. എന്തായിരുന്നു മെസ്സേജ്? നിങ്ങളുടെ കുട്ടികളെ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളണമെന്ന്. LKGക്ക് പഠിക്കുന്ന കുട്ടികളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് പോലെ SSLC പരീക്ഷ കഴിഞ്ഞ കുട്ടികളെ കൂട്ടിക്കൊണ്ടു പോയിക്കൊള്ളണമെന്ന്. ഇതൊരു അഭിമാനമൊന്നല്ല, ഇത് അപമാനമാണ്. ആർക്ക്? കേരളത്തിലുള്ള ഓരോ രക്ഷിതാവിനും അപമാനമാണിത്. കേരളത്തിലുള്ള ഓരോ വിദ്യാർത്ഥിക്കും അപമാനമാണിത്, അഭിമാനമല്ല. എന്തുകൊണ്ടെന്നാൽ അത്രയും തരം താണു പോയിട്ടുണ്ട് നമ്മൾ. അത്രയും അക്രമ വാസനയുള്ളവരായി നമ്മുടെ കുട്ടികൾ മാറിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് കടമകളും കടപ്പാടുകളും ഉത്തരവാദിത്തങ്ങളും തിരിച്ചറിയുകയും സ്നേഹവും സൗഹൃദവും നമ്മൾ കാത്തു സൂക്ഷിക്കുകയും വേണം. ആരെങ്കിലും ഏതെങ്കിലും ഒരു പ്രദേശത്ത് നിന്ന് ഒരു കുട്ടി കാണിച്ചു കൂട്ടിയ ആ തിന്മയെ അനുധാവനം ചെയ്തുകൊണ്ട്
അക്രമികളായി മാറുന്ന സമ്പ്രദായം ശരിയല്ല. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിദ്യാലയങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്ന് മയക്കുമരുന്നുകൾ വിതരണം ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഒരു മയക്കുമരുന്ന് മാഫിയുടെ കയ്യിൽ നമ്മൾ അകപ്പെട്ടു പോകരുത്. എന്തുകൊണ്ടെന്നാൽ അങ്ങനെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ പറ്റിയിട്ട്, ലഹരി ഉപയോഗിക്കുന്നവരെ പറ്റിയിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വാക്ക് പറയുന്നുണ്ട്, തുയ്നത്തുൽ ഖബാലാണ് അവർക്ക് കുടിപ്പിക്കുക എന്ന്. സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, എന്താണ് തുയ്നത്തുൽ ഖബാൽ? നരകവാസികള് വെന്തുരുകി അവരിൽ നിന്ന് ഒഴുകി വരുന്ന ചീഞ്ചലമാണത് എന്ന് മഹാനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞെങ്കിൽ അതിന്റെ ഗൗരവം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് നല്ല മക്കളായിക്കൊണ്ട്, നല്ല യുവാക്കളായിക്കൊണ്ട്, നല്ല ഭാവി തലമുറയുടെ വാഗ്ദാനങ്ങളായിക്കൊണ്ട് മാറി വരാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഈ പുതിയ ജനറേഷന് കഴിയേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.